അമ്മേ, ഈ ആടിനെ പട്ടിയാക്കാന്ന് വെച്ചാ ശരിക്കും എന്താ? ഒരാൾക്ക് ആടിനെ പട്ടിയാക്കാൻ പറ്റുമോ? എൻ്റെ കുട്ടി, പഞ്ചതന്ത്രം കഥകളൊന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലമ്മേ, അതെന്താ? അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറേ രസമുള്ള കഥകളാണ്. ബുദ്ധിയുടെയും സൂത്രങ്ങളുടെയും ഒക്കെയുള്ള കഥകൾ. അതിലെ ഒരു കഥയാണിത്. ആടിനെ പട്ടിയാക്കിയ 3 കള്ളന്മാരുടെ കഥ. കള്ളന്മാരോ? അമ്മേ, ആ കഥയൊന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു താ അമ്മേ. അതിനെന്താ, പറയാലോ. എന്നാ കേട്ടോളൂ. ഒരു ഗ്രാമത്തിൽ ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് വളരെ തടിച്ചു കൊഴുത്ത ഒരു നല്ല മുട്ടനാടിനെ സമ്മാനമായി കിട്ടി. ആ ആടിനെയും തോളിലേറ്റി അയാൾ സ്വന്തം ഇല്ലത്തേക്ക് നടക്കുകയാണ്. പോകുന്ന വഴിയോ കൊടും കാടും. ആ ഉണ്ണി നമ്പൂതിരി, എങ്ങോട്ടാ? വീട്ടിലേക്ക്. ഈനെവിടെ കിട്ടിയേ? കമ്പിളി നന്നതാ. കൊള്ളാലേ. കാടാണ്, കള്ളന്മാരൊക്കെ ഉണ്ടാവും, സൂക്ഷിച്ചൊക്കെ പോണേ. കാടിനടിച്ചു പോയല്ലോ, നല്ല വില കിട്ടും. അതിനിപ്പോ എന്താ വഴി? ആളോട് ചോദിച്ചാ പോരെ? തന്നില്ലെങ്കിലോ കുത്തിൻ്റെ വേണം. എടാ പൊട്ട, അയാളെന്തെങ്കിലും പോലീസ് സ്റ്റേഷൻ കയറി കഴിഞ്ഞാലേ ഇടി വാങ്ങിച്ച് ചാവും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. അത് ശരിയാ. പിന്നെന്താ ചെയ്യാ? ബുദ്ധി ഉപയോഗിക്കണം. അപ്പൊ പിന്നെ നമ്മളെ കൊണ്ട് വിടില്ല. ബാബു നിക്ക്, വഴിയുണ്ട്. ഇങ്ങനെ ഓക്കെ അല്ലേ? ഉണ്ണി നമ്പൂതിരി, എന്താണ് പട്ടിയെ കൊണ്ട്? കടിക്കൂ? തനിക്കെന്താ കണ്ണ് കണ്ടുകൂടറോ? ഇത് ആട്. ആയിക്കോട്ടെ. ഓരോരോ പൊട്ടന്മാര്. എന്നിട്ടത് പട്ടിയാ മാറ്റി പിടിക്കുന്നേ, കാണുന്നതിന് പേടിയാണ്. നിനക്കും ഭ്രാന്തായോ? ഇത് ആടാണോടോ, ആട്. എന്തൊരു നമ്പൂതിരി പറയണേ, പട്ടിനെ പിടിച്ചിട്ട് ആടാന്ന്. ആ ഉണ്ണിനമ്പൂതിരി, പട്ടീനെ കൊടുക്കണ്ട. 1-2 പേര് പേടിപ്പിക്കാണ്ട്, കിട്ടും. തനിക്ക് കണ്ണ് കണ്ടുകൂടറോ? ഇത് ആടാണോടോ, ആട്. അയ്യോ, ദേവന്മാർ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമോ? ഇത് നീ എന്നെ കൊല്ലാൻ വന്ന ഏതെങ്കിലും ഭീകരജീവിയാണോ? അയ്യോ, രക്ഷിക്കണേ, ആടെന്നെ കൊല്ലാൻ വരുന്നു.